ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിയിട്ടുള്ള നമ്മുടെ അസോള പാക്കിങ്ങിനെ കുറിച്ച് കാര്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതാണ് അസോള. ഈ അസോളയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ കോഴികൾക്കോ താറാവിനോ അതുപോലെ നമ്മുടെ ചെടികൾക്ക് തന്നെ നൈട്രജൻ നമുക്ക് നോർമലി കൊടുക്കാൻ വേണ്ടി പറ്റിയൊരു പ്ലാന്റാണ്. കാരണം ഇത് അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ഡയറക്റ്റ് നമ്മുടെ മഴ സമയത്ത് മാത്രമാണ് നോർമലി നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ ഭൂമിയിലെത്തുന്നത്. പക്ഷേ ഈ ഒരു പ്ലാന്റിൽ നമ്മുടെ കുറച്ച് ബാക്ടീരിയാസ് ഉള്ളതുകൊണ്ട് ആ ബാക്ടീരിയാസ് ഡയറക്റ്റ്ലി നമ്മളെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ വലിച്ച് ഇതിലേക്ക് എടുക്കും. സോ അത് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ കോഴികൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനും കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ കറക്റ്റായിട്ട് നല്ല രീതിയിൽ മുട്ടയൊക്കെ ഇട്ട് തരും. പിന്നെ അവർക്കൊരു നാച്ചുറൽ ഫീഡാണ്. നമ്മൾ കടയിൽ നിന്ന് പല തവിടും ഇതൊക്കെ നമ്മൾ കുറേ പൈസ കൊടുത്ത് മേടിക്കുന്നതിനേക്കാളും ഇത് വെറും നിങ്ങൾക്ക് മിനിമം ഒരു 190 രൂപ നിങ്ങളുടെ കയ്യിൽ, നമ്മൾ കള്ളമൊന്നും പറയുന്നത് കറക്റ്റ് 190 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ 2 പാക്കറ്റ് നമ്മളെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഇവരെൻ്റെ ഒരു കസ്റ്റമർ, നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു കസ്റ്റമറാണ്. വീണ്ടും സാധനം മേടിച്ചതാണ്. അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് അവർ വീട്ടിലില്ലായിരുന്ന സമയത്ത് സാധനം ചീത്തയായി പോയെന്ന് പറഞ്ഞ് വേണമെന്ന് പറഞ്ഞ് വീണ്ടും വാങ്ങിച്ചതാണ് ഈ ഓർഡർ. ഓക്കെ, അപ്പോൾ ഈ ഓർഡർ ചെയ്ത ആളുടെ പേര് ജനാർദ്ദൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം ഒരു മിലിറ്ററി ഓഫീസറാണ്. അപ്പോൾ ഇടയ്ക്ക് എൻ്റെ ഇതുപോലെ മേടിക്കാറുണ്ട് പല കാര്യങ്ങളും. പിന്നെ അവർ തന്നെ കുറേ ഫ്രണ്ട്സിനൊക്കെ കൊടുത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം അവർ പ്രൊമോട്ടൊക്കെ ചെയ്തും തന്നു. അതിന് നന്ദിയുണ്ട്. അവർ ഒത്തിരി വേറെ വീണ്ടും ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ട് ഈ പ്രോഡക്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞു മേടിച്ചു. അപ്പം ഈ അസോള എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ഉണ്ടാകും. കാരണം നമ്മൾ കോഴിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു എമൗണ്ട് ചിലവ് വരുന്ന ഫുഡിനായിരിക്കും. ആ ഫുഡിന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വർഷം ഒരു എസ്റ്റിമേറ്റ് ഒരു 5000 രൂപ നിങ്ങൾക്ക് ചിലവ് വന്നെന്ന് വെച്ചോ. അപ്പോൾ ചിലവാരും കൂട്ടാറില്ല. വീട്ടിലൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾ മേടിച്ചോണ്ടിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പോയി മേടിക്കുമ്പോൾ നമ്മളത് ആ ഒരു ചിലവ് കണക്കാക്കാറില്ല. പക്ഷേ നമ്മളൊരു മിനിമം എക്സാമ്പിൾ ഒരു എക്സാക്ട്ലി ഒരു 5000 രൂപ ചിലവ് വരികയാണെങ്കിൽ ആ 5000 രൂപ നമുക്ക് നേരെ പകുതിയാക്കാം, 2000 ആക്കി ചിലവ് ചുരുക്കാം. എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴിയുടെ ഫുഡിൽ നമുക്ക് അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ എന്തെങ്കിലും സ്ട്രാറ്റജി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ആ കഴിക്കുന്ന മുട്ടയും കുറച്ച് നമ്മളെ വീട്ടിലെടുക്കും. എന്തായാലും നമ്മൾ ആ മുട്ട നമ്മളും കഴിക്കാൻ എടുക്കാം. ആ മുട്ട നമുക്ക് കുറച്ചുകൂടെ പ്രകൃതിപരമായിട്ട് നമുക്ക് ആ നാച്ചുറലി ആ മുട്ടയ്ക്ക് കുറച്ചുകൂടെ ആ ഒരു മുട്ടയ്ക്ക് ഒരു മീൻസ് അതിന് കുറച്ചുകൂടെ നാച്ചുറലായിട്ടുള്ള മുട്ട നമുക്ക് നോർമലി നമ്മൾ തവിട് എന്തെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് കൊടുക്കുമ്പോൾ അതിലും കെമിക്കലുണ്ട്. പക്ഷേ ഇതിലെ കെമിക്കൽ വളരെ കുറവാണ്. നമ്മുടെ പ്രകൃതിയിലുള്ള ജലവും പിന്നെ പ്രകൃതിയിലെ സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു സൂര്യപ്രകാശമൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കെമിക്കലില്ലാതെ കിട്ടുന്ന ഒരു പരിപാടിയൊക്കെ പിന്നെ ഓക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നല്ല ഫുഡ് കോഴിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. കോഴിക്ക് നല്ല ഫുഡ് കൊടുത്താൽ കോഴിയിൽ നീട്ടുന്ന മുട്ട എന്തായിരിക്കും, മുട്ടയും ഇറച്ചിയൊക്കെ അതും നല്ലൊരു നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റിയൊരു സാധനം തന്നെയാവും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമ്മളിത് 190 രൂപയ്ക്ക് മേടിക്കുമ്പോൾ 2 ഇതാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പേര് എന്ന് പറഞ്ഞാൽ ഒരു പാക്കറ്റ് 50 രൂപയാണ്. അപ്പോൾ മിനിമം 2 പാക്കറ്റ് ഓർഡർ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ 190 പറഞ്ഞത്. കൊറിയർ ചാർജ് 90 കൂടെ ചേർത്തപ്പോൾ 2 പാക്കറ്റ് എടുക്കുമ്പോൾ 100 ആവും. കൊറിയർ ചാർജ് 90 കൂടെ ആകുമ്പോൾ 190 ആവും. നമ്മൾ കൊറിയർ ചാർജ് പലരും ചോദിക്കും, ബ്രോ എന്തിനാണ് കൊറിയർ ചാർജ് 90 രൂപ മേടിക്കുന്നത്? നമ്മൾ ഇതുപോലത്തെ ബോക്സിലാണ് അയക്കുന്നത്. ഈ ബോക്സിൽ നമുക്ക് മിനിമം ചാർജ് വരുന്ന ഒരു 20 രൂപയ്ക്കാവും നമുക്ക് ഇതുപോലത്തെ ഒരു ബോക്സിന്. പിന്നെ ഞാനിത് കൊറിയർ എൻ്റെ വീട്ടിൽ വന്നല്ല അവരെടുക്കുന്നത്, നമ്മൾ കൊണ്ടു കൊടുക്കണം കൊറിയർ ഓഫീസിൽ. അപ്പം അതിനൊരു ചിലവുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഇതുപോലത്തെ പാക്കിംഗ് ടാപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ചുറ്റിയെടുക്കുന്നത്. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു പാക്കിംഗ് ടാപ്പിന് 60 രൂപ ചിലവാകും. ഒരാൾക്ക് നമുക്ക് ചുറ്റി വരുമ്പോൾ മിനിമം നമുക്ക് അതൊരു 10 രൂപ അടുപ്പിച്ച് 10 നമുക്കൊരു 5-6 രൂപ പോയെന്ന് വെച്ചു. പിന്നെ അത് പോയിട്ട് നമുക്ക് ഇതുപോലെ ഓരോരുത്തർ അഡ്രസ്സ് ഇരുന്ന് എഴുതണം. അല്ലെങ്കിൽ ഞാൻ പ്രിൻ്റ് എടുക്കാറാണ് നോർമലി ചെയ്യാറുള്ളത്. കുറച്ച് ഓർഡേഴ്സൊക്കെ ചില വീക്കിൽ കുറച്ച് ഓർഡേഴ്സേ വരും, ബിസിനസ്സില്ലേ കുറച്ച് ഓർഡേഴ്സേ വരുവാറുള്ളൂ. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമ്മൾ ഒന്ന് എഴുതി എന്തെങ്കിലും ചെയ്യും. പിന്നെ നമുക്ക് എൻ്റെ അഡ്രസ്സ് എഴുതണം, പിന്നെ നമുക്ക് വെരിഫൈ ചെയ്യണം, കൊണ്ട് കൊടുക്കണം. പിന്നെ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പാടാണ്. നമുക്ക് പാക്കിങ്ങിന് നമുക്ക് അതിനനുസരിച്ച് ഒരു 10 രൂപയെങ്കിലും നമുക്ക് വേണ്ടേ എന്ന് പറഞ്ഞാൽ ഒരു 10 രൂപയൊക്കെ നമുക്ക് ഇതിലൊന്നും കിട്ടാറുള്ളൂ. കാരണം ഇതിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഈ കസ്റ്റമറിനെ നിന്ന് ഞാൻ 90 രൂപ തന്നെയാണ് കൊറിയർ ചാർജ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ 20 രൂപയുടെ 2 ബോക്സാണ് എനിക്ക് ഇവർക്ക് പാക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യം വരുന്നത്. ഒരു ബോക്സിൽ പോവില്ല, 2 ബോക്സ് എടുക്കുമ്പോൾ തന്നെ 40 രൂപ പോയി. അപ്പോൾ നമ്മൾ എനിക്ക് കൊറിയർ ഓഫീസിൽ മിനിമം അവർ 60-80 കൊറിയർ ചാർജ് ആവും. അത് പോയിട്ട് അപ്പോൾ എനിക്ക് 30-40 രൂപ എനിക്ക് നഷ്ടമല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കണം. പക്ഷേ ചിലരിപ്പോൾ എന്നാലും കൊറിയർ ചാർജ് 70-80 മേടിക്കുന്നവരുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി എനിക്ക് 90 വാങ്ങിച്ചില്ലെങ്കിൽ എനിക്ക് നഷ്ടമാണ്. ചീവിട് കാരണം ഭയങ്കര ശബ്ദമാണ്, സോറി, അത് ക്ഷമിച്ചേക്കുക. എനിക്ക് വേറെ മൈക്കൊന്നും വാങ്ങാൻ ഇപ്പോൾ ഒബ്വിയസ്ലി അതിനൊരു പൈസ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ വന്ന കണ്ടന്റിലേക്ക് നമുക്ക് എത്താം. അപ്പോൾ ഇനി പാക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് പാക്ക് ചെയ്യണം. ഓക്കെ, അസോളസ് അത്ര ഇങ്ങനെ എടുത്ത് നിരത്തി വെച്ചു. ജസ്റ്റ് നമുക്കൊരു പേപ്പർ നമ്മുടെ സൈഡ് വെച്ച് കൊടുക്കാം. ഒരു പേപ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി സെറ്റ് ആക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിന് ഈ സൈഡിൽ കുറച്ച് കിടപ്പുണ്ട്. ആ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, അപ്പോൾ എല്ലാം ഫില്ലായി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഫില്ലായി കഴിഞ്ഞു. അപ്പോൾ ജസ്റ്റ് പ്രസ്സായി തന്നെ നിൽക്കും. ഓക്കെ, ഇനി നമ്മൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 എണ്ണമായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്യാം. അതിന് പകരം വേറൊരു മെത്തേഡുണ്ട്. അപ്പോൾ 2 രീതിയിലും കാണിച്ചു തരണമല്ലോ, അതിനാണ് 2 രീതി. ഇതാണ് ഏറ്റവും സേഫായിട്ട് നമുക്ക് നല്ല രീതിയിലിരിക്കും. പിന്നെ വേറൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കിതിനെ ഇങ്ങനെ അടുക്കി ക്രോസ് ചെയ്യാം. അങ്ങനെ ക്രോസ് ചെയ്താൽ
ആയാലും കുഴപ്പമില്ലാതിരിക്കും. എങ്കിൽ നമുക്ക് ഈ പേപ്പറിൻ്റെ ആവശ്യം വരില്ല. അത് കാണിച്ചില്ല. അത് ജസ്റ്റ് ഇതാ ഇതുപോലെ വെച്ചേക്കുക. ഓക്കെ, കണ്ട ഇതിൽ അങ്ങറ്റത്ത് ഇതിൽ ചെറിയ രീതിയിൽ ഒരു പിന്നുണ്ട്. അപ്പോൾ ആ പിന്ന് തട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്യും. ഇങ്ങനെ സെറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇതും വലിയ രസമില്ലാതിരിക്കും. ഓക്കെ, ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്തു. ആ ഒരു മെത്തേഡ് ചെയ്യാൻ കാരണം പേപ്പറിൻ്റെ ഉപയോഗം കുറയ്ക്കാമല്ലോ. ഓക്കെ, ഒരു പരിധി വരെ നമ്മുടെ പാക്കിംഗ് സെറ്റായി. ഓക്കെ, ഇനി ആ പാക്കിംഗ് ഒന്ന് പൊട്ടിപ്പോകണതിന് മുമ്പേ, പൊട്ടുക മീൻസ് ചില സൈഡ് കൊണ്ട് ഇതിങ്ങനെ ബൾജായിട്ട് വരും. അത് വരുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കാം. സിമ്പിളാണ്. ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ അസോളയൊക്കെ പാക്ക് ചെയ്യുക. അസോള മാത്രമല്ല, നമ്മുടെ ലൈഫ് പ്ലാന്റ്സൊക്കെ നമ്മളിങ്ങനെയാണ് പാക്ക് ചെയ്യാറുള്ളത്. കണ്ട കുറച്ച് പാടുണ്ട്. കണ്ട ഇതിലിപ്പോൾ ഇപ്പം തന്നെ ഞാനൊരു 3-4 റോൾ ഇട്ടു ഒന്നെടുക്കാൻ വേണ്ടി. ഇതാ ഇനി ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് വിട്ട് റോൾ ഇടണം. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ എനിക്കിതിൽ ഏകദേശം ഒരു കുറഞ്ഞത് 45 രൂപ അടുപ്പിച്ച് പാക്കിങ്ങിന് ചിലവായിട്ടുണ്ട്. ഓക്കെ, സാധനം നമ്മൾ വിറ്റ് പോകുന്നുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഓരോ എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അകമഴിഞ്ഞ ഒരു ഹെൽപ്പിലൂടെ നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ വിറ്റ് പോകുന്നുണ്ട്. അതിൽ ഹാപ്പിയാണ് ഞാൻ. പിന്നെ ഓപ്പണായിട്ട് നമ്മൾ പറയുമ്പോൾ എല്ലാം പറയണം. ജസ്റ്റ് ഞാൻ പേഴ്സണലി ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. സേഫായിട്ട് സാധനം ആൾക്കാരുടെ കയ്യിൽ എത്തിക്കുക, അതിനാണ് ഞാൻ മാക്സിമം പ്രയോറിറ്റി കൊടുക്കാറുള്ളത്. നമ്മുടെ കസ്റ്റമേഴ്സ്, നമ്മൾ സാധാരണ നമുക്കിപ്പോൾ അല്പം എന്തെങ്കിലും നഷ്ടം വന്നാൽ പോലും കസ്റ്റമേഴ്സിന് ഇത് കിട്ടുമ്പോൾ അവരുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവണം. കിട്ടിയിട്ട് മാത്രം പോരാ, ഇത് വളർന്ന് വന്നിട്ട് അവർ നിൽക്കുമ്പോൾ അന്ന് ആ പയ്യൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ട് ഞാൻ മേടിച്ചതല്ലേ, നമ്മുടെ ഈ കോഴിക്കൊക്കെ ഇത് കൊടുത്ത് അത്യാവശ്യം നമുക്കതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നെന്ന് മനസ്സുകൊണ്ട് പറയുന്ന ഒത്തിരി പേരുണ്ട്. അവർ വീഡിയോയിൽ ചിലർ കമൻറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ നോർമലി എൻ്റെ വീഡിയോസിന് ആരും കമൻറ്റ് ഇടാറില്ല, ചില സമയത്ത് കമൻറ്റ് കിട്ടാറുള്ളൂ. എന്നാലും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാക്സിമം സപ്പോർട്ട്, ഇത്രയേ ഉള്ളൂ. ഇനി എൻ്റെ അഡ്രസ്സാണ് ഞാൻ ലേബൽ ചെയ്യുന്നത്. കസ്റ്റമറിൻ്റെ അഡ്രസ്സോടെ ലേബൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പിൻ കോഡ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സാമ്പിൾ പാക്കിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരാളാണ് കാണുന്നതെങ്കിൽ അവർക്ക് വേണ്ടിയാണ്. ഇതിപ്പോൾ നമ്മൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സിൽ മെയിനായിട്ട് ആവശ്യം അവരുടെ പേര്, വീടിൻ്റെ അഡ്രസ്സ്, പിന്നെ പിൻ കോഡ് വേണം, അവരുടെ കോൺടാക്ട് നമ്പർ വേണം. പിന്നെ നമ്മളിത് ഫ്രം ആണ്. ഇനി ഇത് ടു ആർക്ക് അയക്കാനുള്ളതാണ്. ഇനി അടുത്ത് ഫ്രം എന്ന് പറഞ്ഞാൽ എൻ്റെ അഡ്രസ്സ് വയ്ക്കും. അപ്പോൾ അരുണസ് എന്ന് പറഞ്ഞാൽ എൻ്റെ പേരും വെച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ അവിടെ കൊടുക്കാറുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു പാക്കിങ്ങിൽ മെയിനായിട്ട് നമുക്ക് പാക്കിങ്ങിന് ആവശ്യം. ഇതുപോലത്തെ ഇത് വെച്ചിട്ടാണ് നമ്മൾ അഡ്രസ്സിൻ്റെ പുറത്ത് റോൾ ചെയ്യുന്നത്. പിന്നെ വേറെ റോളറുണ്ട്. ഇത് വെച്ചിട്ട് കുറച്ചുകൂടെ ഇതും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ചില ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഇത് വെച്ചൊന്ന് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആ പാക്കിങ് കഴിഞ്ഞു. ഇനിയും കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ഇനി ഇനി നമ്മുടെ ഒരു ഗോൾഡൻ കസ്റ്റമറാണ്. പേര് മെൻഷൻ ചെയ്യണോ? കുഴപ്പമില്ല. മഹേന്ദ്രൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ ഗോൾഡൻ കസ്റ്റമറാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഓർഡർ ചെയ്തിട്ടുള്ളതാണ് സേലത്തിൽ നിന്നാണ്. അവർക്ക് വലിയൊരു ഗാർഡൻ ഉണ്ട്. ഒരു 1 ഏക്കറോ 2 ഏക്കറോ ഐ തിങ്ക് നല്ല അത്യാവശ്യം വാസ്റ്റ് ടോട്ടൽ ഏരിയയിലൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അവർ നമ്മളെ ഇടയ്ക്ക് പ്ലാൻസ് എടുക്കാറുണ്ട്. എൻ്റെ യൂട്യൂബ് ജേണി തുടങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഒരു ചേട്ടനെ പോലത്തെ ഒരു ബന്ധമാണ്. അതിന് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അങ്ങനെയുള്ള ഒത്തിരി പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേറെ ഇന്നൊരു ഓർഡർ കിട്ടിയത് തമിഴ്നാടാണ്. തിരുനെൽവേലിയിൽ നിന്ന് കിട്ടിയ ഓർഡറാണ്. ഓർഡറിൻ്റെ ബാക്ക് കാണിച്ചത് അതെന്ന് പറഞ്ഞാൽ വാൻസിയിൽ ഓർഡർ ചെയ്തു. ബ്ലൂ വിസിൽ, ഇതൊക്കെ ഫ്ലവറുള്ള പ്ലാന്റ്സ് നമ്മൾ അയക്കാറുള്ളത്. മിയാമി, റോസ് വാട്ടർ ലില്ലി. ഇനി അടുത്ത് അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി ഞാനിപ്പോൾ നമ്മുടെ ആമ്പലൊക്കെയുള്ള പ്ലേസിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. മാക്സിമം എന്നെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഈസ് അരുൺ ഗോയിങ് ടു സൈനിങ് ഔട്ട്. ബൈ ബൈ.